അവിടെ ചെന്നൊരു 3 മരം ടാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കാലേ പാമ്പ് പിടിച്ചു. ഞാൻ വൈദ്യനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് അവിടെ നിന്ന് വന്ന് ഔഷധം എടുത്ത് കഴിക്കാനുള്ള സാധ്യത എനിക്കില്ല. പ്രാർത്ഥിച്ചു, മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ നിമിഷങ്ങൾക്കകം അവർ സുഖം പ്രാപിക്കുന്ന അനവധി അനുഗ്രഹങ്ങളിൻ്റെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ആളുടെ മരുന്ന് മൂലം എനിക്ക് പലപ്പോഴും സൗഖ്യം കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേര് ജോയി. സ്ഥലം കയ്യൂരാണ്. ചീമേനി ഇടവകം. കൃഷിയാണ് എൻ്റെ ജോലി. ഞാൻ ആയുർവേദ വിഷവൈദ്യം ചെയ്യുന്നുണ്ട്. മന്ത്രാഔഷധിയെ കൽപ്പിച്ചു മൗഢ്യമറ്റുള്ളവർ വെച്ചവൻ മന്ത്രാഔഷധിയായി ചെയ്യൂ വിഷചികിത്സ എന്നാണ് വിഷവൈദ്യശാസ്ത്രം. അതൊന്ന് ക്രൈസ്തവവൽക്കരിച്ച് കഴിയുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് മാത്രമാണ് വിഷവൈദ്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. മനസ്സിലായോ? ആ വിഷവൈദ്യത്തിൽ എപ്പോഴും സാധ്യം അസാധ്യം കൃത്രസാധ്യമുണ്ട്. അസാധ്യം എന്ന് പറയുന്ന കേസുകൾക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ അങ്ങനെയുള്ള കേസിൽ രോഗികളെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കുക ചെയ്യുന്ന സാധാരണ അവർ മരിച്ചു പോവുകയുള്ളൂ. അതല്ല, ഒരു രോഗി മുമ്പിൽ വന്ന് കഴിയുമ്പം അവരുടെ ആയുസ്, അവരുടെ ആരോഗ്യം ഇതെല്ലാം സംരക്ഷിക്കേണ്ട ഒരു വൈദ്യൻ്റെ കടമയാണ്. അപ്പം ഇതെല്ലാം അപ്പം പ്രഭാഷകൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് വൈദ്യനെ നിയമിച്ചിരിക്കുന്നത്, നിനക്ക് അവനെ ആവശ്യമുണ്ട്. പക്ഷേ അവിടെ യഥാർത്ഥ വൈദ്യനും യേശുവാണ്. അവിടെ ഞാൻ കുർബാനയിൽ ആശ്രയിച്ചാണ്, വിശുദ്ധ കുർബാനയിൽ ആശ്രയിച്ചാണ് എൻ്റെ ചികിത്സ മുഴുവൻ. അപ്പോൾ നമ്മളത് ക്രൈസ്തവവൽക്കരിച്ച് ചെയ്യുമ്പോൾ വിഷവ്യത്യാസം കൽപ്പിക്കുമ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ദൈവത്തെ അനുഭവിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്. വിശുദ്ധ കുർബാന ഒരു വ്യക്തിയാണ്. അതേസമയം ഞാൻ എൻ്റെ രോഗികൾ പറഞ്ഞത് വിശുദ്ധ കുർബാന യഥാർത്ഥ വൈദ്യനും യഥാർത്ഥ ഔഷധവും വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാന കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവുമാണ്. വിശുദ്ധ കുർബാന വ്യക്തിയാണ്, യേശുവാണ്. അപ്പോൾ ഞാൻ എന്നെ ചെയ്യുന്ന ചികിത്സ മുഴുവൻ ഈ വിശുദ്ധ കുർബാനയെ കേന്ദ്രീകരിച്ചാണ്. വിശുദ്ധ കുർബാനയിൽ ആ കാസായാലും പീലാസായാലും സമർപ്പിച്ച് എനിക്ക് വരുന്ന രോഗികളെയും അതുപോലെ ഞാൻ ഔഷധങ്ങളും സമർപ്പിച്ച് കൊടുക്കുന്നു. അസാധ്യമായത് സാധ്യമായി തീരുന്നത് ഞാൻ കാണുന്നുണ്ട്. ജോയി ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വർഷങ്ങളായിട്ട്, അതായത് ചീമേനുമായിട്ട് ഞാൻ എന്ന് ബന്ധപ്പെട്ട് അന്ന് തുടങ്ങി അറിയാവുന്നതാണ്. ആള് പ്രത്യേകിച്ച് ഒരു വൈദ്യനാണ്. അതിലാണ് എനിക്ക് കൂടുതൽ അടുപ്പം. കാരണം ഞാനും ആളുടെ ചികിത്സ പല സമയങ്ങളിലായിട്ട് ചികിത്സയ്ക്ക് വേണ്ടി ആളെ സമീപിച്ചിട്ടുണ്ട്. ഓരോ വട്ടവും ചികിത്സയ്ക്കായിട്ട് എന്ത് മരുന്നും തരുവാനായിട്ട് ആൾ കടന്നു വരുമ്പോൾ നമ്മളോട് ആദ്യം പറയുക ദിവ്യകാരുണ്യത്തോട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ രോഗത്തെയും നാം കഴിക്കുന്ന മരുന്നിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നാണ് ആൾ പറയുക. കൂടുതലും ആളുടെ മരുന്ന് മൂലം എനിക്ക് പലപ്പോഴും സൗഖ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിനേക്കാൾ ഉപരി ആളെ കാണുമ്പോൾ ആൾ കൂടുതലായിട്ട് വിശുദ്ധ കുർബാനയോടും മറ്റു ഭക്തകാര്യങ്ങളോടും കൂടുതൽ താല്പര്യമുള്ള ആളാണ്. ഈ പ്രായത്തിലും വളരെ കഷ്ടപ്പെട്ടാണ് ദിവസവും മുടങ്ങാതെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ആൾ ദേവാലയത്തിലേക്ക് കടന്നു വരാറ്. ഞങ്ങളുടെ സ്വന്തം ഇടവകയിൽ കുർബാനയില്ലെങ്കിൽ പോലും മറ്റു സ്ഥലങ്ങളിലേക്ക് ആൾ കുർബാനയ്ക്കായിട്ട് കടന്നു ചെല്ലാറുണ്ട്. എൻ്റെ അടുത്ത് വരുന്ന രോഗികൾ അത് ജാതി മത ഭേദമന്യേ ആരോടും ഞാൻ പറയും, യഥാർത്ഥ വൈദ്യനും യഥാർത്ഥ ഔഷധവും വിശുദ്ധ കുർബാനയാണ്. ഞാൻ എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകും. അതിനെ എനിക്ക് എൻ്റെ എല്ലാ കഴിവുകളും വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രയോഗിക്കും. ഏത് കഷ്ടനഷ്ടം സഹിക്കും. കാരണം വിശുദ്ധ കുർബാന ദൈവമാണ്. കാൽവരി കുരിശിലെ ആ പീഡാസഹനം അത് അതിനോട് നമ്മൾ ചേരണം. ഇനി യാദൃശ്യമായിട്ട് വാഹനമൊന്നും ഇല്ലാത്ത സമരമൊക്കെ ഉള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ വാഹനങ്ങളിൽ നടന്ന് 10-15 കിലോമീറ്ററൊക്കെ നടന്നൊക്കെ പോയാണ് വിശുദ്ധ കുർബാനയെ സംബന്ധിക്കാൻ ഒരു ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ഒരു ദിവസം. കൊറോണയുടെ കാലത്തൊക്കെ എവിടെയെങ്കിലും പള്ളിക്ക് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ പോകുമായിരുന്നു, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഞാൻ വിശുദ്ധ കുർബാന ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയെ സജീവമായി കുർബാനയെ ഔദാശികമായിട്ട് പങ്കെടുത്ത് കഴിഞ്ഞാൽ തന്നെയും യൂട്യൂബിലും ടി വിയിലും ഒക്കെ ആയിട്ട് ഞാൻ വിശ്വാസം കേൾക്കാറുണ്ട്. ഞാനങ്ങനെ വിശുദ്ധ കൂടാനയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നടന്ന അനവധി അനുഭവങ്ങളുണ്ട്. ചുരുക്കത്തിൽ ഞാനെല്ലാം വിശുദ്ധ കുർബാന കേന്ദ്രീകരിക്കുക. വിശുദ്ധ കുർബാനയ്ക്ക് ഒരു കാര്യം അനുഭവത്തിൽ കൂടെ ബോധ്യമായിട്ടുണ്ട്. വിശുദ്ധ കുർബാന സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. മരണത്തോട് അഭിമുഖമായ അങ്ങനെ വരുന്ന അവസ്ഥയിലും അവർക്ക് വിശുദ്ധ കുർബാനയെ സമർപ്പിച്ച ഔഷധം എടുത്തിട്ട് കർത്താവേ ഇപ്പോൾ ലോകത്തിൽ അർപ്പിക്കുന്ന വെല്ലുവിളികൾക്ക് ഈ ഔഷധം സമർപ്പിക്കുന്നു. ഈ ഔഷധത്തിനും ഈ ഔഷധം സേവിക്കുന്ന രോഗിക്കും
ഇപ്പോൾ ലോകത്തിലിറക്കുന്ന ബലിയിൽ അപ്പത്തിനും വീഞ്ഞിനും ഉണ്ടാകുന്ന ആ ദൈവത്തിലേക്ക് ഇവരെ ഈ ഔഷധത്തെ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ നിമിഷങ്ങൾക്കകം അവർ സുഖം പ്രാപിക്കുന്ന അനവധി അനുഗ്രഹങ്ങളുടെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു കാസർഗോഡ് ഹോസ്പിറ്റലിൽ നിന്ന് പരിയാരത്തേക്ക് റെഫർ ചെയ്ത ഒരു കേസ്, അവർ പോയ വഴിക്ക് അവർ പരിയാരത്ത് വരെ എത്തുകയില്ലെന്ന് തോന്നിയതുകൊണ്ട് അവരിടയ്ക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ സ്ഥലത്തില്ലായിരുന്നു. പക്ഷേ പെട്ടെന്ന് വിവരം അറിഞ്ഞ് ഞാൻ സ്ഥലത്തെത്തുമ്പോഴത്തേക്ക് ഈ രോഗി മൃതാവസ്ഥയിലായി, മരിച്ച അവസ്ഥയിലായി, മരിച്ചു പോയി എന്ന് ഓർത്തു. പക്ഷേ അപ്പോഴും ഞാൻ ഈ വിശുദ്ധ ഔഷധം എടുത്തിട്ട് ഇപ്പോൾ ലോകത്തിലർപ്പിക്കുന്ന ബലിയോട് ചേർത്ത് ഞാൻ ഈ ഔഷധം സേവിക്കുന്ന രോഗിയെയും സമർപ്പിക്കുന്നു. ഈ അപ്പത്തിനും വീഞ്ഞിനും ഉണ്ടാകുന്ന ദൈവത്തിലേക്ക് ഈ ഔഷധത്തെയും ഈ രോഗിയെയും രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മരുന്ന് കൊടുത്തു. താമസിക്കാതെ രോഗി സാധാരണ നിലയിലേക്ക് വന്നു. ജോയിച്ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ ഞാൻ 25 വർഷമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. ഞാനിവിടെ വന്ന കാലം മുതൽ ഇദ്ദേഹം കാറ്റഗിസം ഹെഡ് മാസ്റ്റർ, പിന്നെ പള്ളിയിലെ കപ്പ്യാർ എന്ന രീതിയിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞ് കുർബാനയെ മറ്റുള്ളവരിലേക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുന്ന ഒരു വലിയൊരു ചുമതല ആണ് അദ്ദേഹത്തിന് ഞാൻ കണ്ടത്. പക്ഷേ ആദ്യകാലങ്ങളിലൊന്നും എനിക്കിത് മനസ്സിലായില്ല. പക്ഷേ ഇദ്ദേഹത്തെ കൂടുതലായി മനസ്സിലാക്കിയപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണെന്ന് മനസ്സിലായി. ഇദ്ദേഹം 6-7 കിലോമീറ്ററോളം ദിവസവും നടന്നാണ് ദേവാലയത്തിൽ കപ്പ്യാരുടെ ജോലി ചെയ്യുന്നതും തിരിച്ചു പോകുന്നതും. ഈ സമയങ്ങളിൽ ഇദ്ദേഹം ഒരു വിഷചികിത്സാ വൈദ്യനും കൂടിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന അന്യ മതസ്ഥരോടും വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുകയും ചികിത്സയ്ക്ക് ശേഷം ഒരു കുർബാനയ്ക്കുള്ള പൈസ മേടിക്കുകയും അല്ലെങ്കിൽ ഒരു കുർബാന പോയി കാണുക എന്ന് പറഞ്ഞ് അവരെ വിശുദ്ധ കുർബാനയ്ക്ക് അടുപ്പിക്കുന്നതായിട്ട് ഞാൻ പലപ്പോഴും കേൾക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് 2005 ഡിസംബർ 20 ഉണ്ടായ ഒരു സംഭവമാണ്. ഞാൻ ടാപ്പ് ചെയ്യാൻ വേണ്ടി തോട്ടത്തിൽ പോയി. ഏകദേശം ഒരു 4 മണി സമയമായിരിക്കും. ടാപ്പിങ് കഴിഞ്ഞിട്ടാണ് എനിക്ക് കുർബാനയ്ക്ക് പോകേണ്ടത്. പക്ഷേ ഞാൻ അവിടെ ചെന്നൊരു 3 മരം ടാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കാലേ പാമ്പ് കടിച്ചു. പക്ഷേ അതിഗുരുതരമായിരുന്നു. എനിക്ക് പാമ്പിനെ ചവിട്ടിയിട്ട് കടിച്ചതാണ്. പക്ഷേ ഞാൻ വൈദ്യനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് അവിടെ നിന്ന് വന്ന് ഔഷധം എടുത്ത് കഴിക്കാനുള്ള സാധ്യത എനിക്കില്ല. കാരണം എനിക്ക് ഒട്ടും നടക്കാൻ പറ്റാത്തൊരവസ്ഥ. ഒന്നാമത് വീട്ടിൽ നിന്ന് അല്പം അകലമാണ്. തന്നെയല്ല എനിക്ക് ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥ. എൻ്റെ ശരീരം മുഴുവൻ അപ്പോഴേ തളർന്നു പോകുന്ന അവസ്ഥ. അത് ഞാൻ പഠിച്ചിരിക്കുന്ന മനസ്സിലാക്കിയനുസരിച്ച് 20 മിനിറ്റ് കൂടുതൽ ഒരു വ്യക്തി ജീവിച്ചിരിക്കത്തില്ല. എന്നെപ്പോലെ ഒരു 5 പേര് മരിക്കുന്നതിനുള്ള വിഷം എൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. അത് എനിക്ക് കൂടുതൽ എനിക്ക് ദോഷം ചെയ്യും. കാരണം എനിക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് അതെൻ്റെ ചിന്തയെ ബാധിക്കും, മനസ്സിനെ ബാധിക്കും. അങ്ങനെ അത് കൂടുതൽ വർദ്ധിക്കുകയും ചെയ്യും. പക്ഷേ ആ നിമിഷം എനിക്കെൻ്റെ എളി മുതൽ അരമുക്ക് തളർന്നു പോകുന്നൊരവസ്ഥയാണ് ഉണ്ടാകും, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ അത് ദൈവം എനിക്കൊരു വലിയ കാര്യങ്ങൾ പഠിപ്പിച്ചിരിക്കുകയത്. അതായത് പ്രഭാഷകൻ്റെ പുസ്തകം 4 അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ അവനെ നയിക്കും, അത് കഴിഞ്ഞ് അവന് ജ്ഞാനത്തിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. അതായത് ആ അനുഭവം എനിക്കുണ്ടായി. എന്താണ് സംഭവിച്ചത്? അപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ യേശുവിൻ്റെ രക്തമായി ഞാൻ മാറുന്നു. യേശുവിൻ്റെ രക്തത്തിൽ ഒരിക്കലും സർപ്പവിഷം പ്രവർത്തിക്കാൻ പറ്റുകയില്ല. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞ് ആ നിമിഷത്തിൽ, ആ സെക്കൻഡിൽ എൻ്റെ അസ്വസ്ഥത വിട്ടുപോയി. ഒരു 1-2 മിനിറ്റിനകത്ത് എൻ്റെ ശരീരം പൂർവ്വസ്ഥിതിയിലേക്ക് വന്നു. അന്ന് എനിക്ക് 150 മരമാണ് ടാപ്പ് ചെയ്യാനുണ്ടായിരുന്നത്. ആ 150 മരവും ടാപ്പ് ചെയ്തിട്ട് ഞാൻ 12 കിലോമീറ്റർ അകലുള്ള പള്ളിയിൽ പോയി കുർബാനയെ സംബന്ധിച്ചു തിരിച്ചു വന്ന് സാധാരണ ജീവിതത്തിലേക്ക്. യാതൊരു മരുന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഞങ്ങൾ സൺഡേ സ്കൂളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ HM ആയിരുന്നു ജോയ് സാറ്. അപ്പോൾ രാവിലെ ഇവിടെ ആരാധന എഴുന്നള്ളിച്ച് വെക്കുമ്പോഴത്തേനും ജോയ് സാർ എപ്പോഴും പറയും, നേരത്തെ ഒരു 5 മിനിറ്റെങ്കിലും നേരത്തെ വന്ന് പിന്നെ ഈശോയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി വേണം നമ്മൾ വിശുദ്ധ ബലിയിലേക്ക് വരുവാനായിട്ടും സംബന്ധിക്കുവാനായിട്ടും. ആ ഒരു ദിവസത്തെ മുഴുവനും നമ്മൾ ഈശോയ്ക്ക് സമർപ്പിച്ചിട്ട് വേണം നമ്മൾ ഓരോ ദിവസവും തുടങ്ങാനെന്നും. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും, അധ്യാപകർക്ക് എല്ലാവർക്കും ജോയ് സാറ് എന്ന് പറഞ്ഞ ഒരു മാതൃക തന്നെയാണ്. ജ്ഞാനം 16:12 മരുന്നോ ലേപനോ ഔഷധവുമല്ല,
സുഖപ്പെടുത്തുന്നത് അങ്ങയുടെ വചനമാണല്ലോ സൗഖ്യപ്പെടുത്തുന്നത്. എൻ്റെ രോഗികൾ വിഷചികിത്സ വരുന്നത് അതിഗുരുതരവും മാരകവുമായ അവസ്ഥയായിരിക്കും. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഞാൻ പറയും, എല്ലാവരോടും ഞാൻ പറയും, ആരോടും പറയാതിരിക്കുകയില്ല. അവിടെ ജാതി മത വ്യത്യാസമൊന്നുമില്ല. വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയും. ആ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ എല്ലാവർക്കും വലിയൊരു സൗഖ്യം ഉണ്ടാകുന്നുണ്ട്. ഞാൻ വരുന്ന രോഗികളോട് ഞാൻ ഒരു കാര്യമാണ് പറയാറുള്ളത്, നമുക്ക് ഒരു കൃതജ്ഞത. സങ്കീർത്തനം 116:12 കർത്താവ് ഒന്ന് അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ എന്ത് കൊടുക്കും, രക്ഷയുടെ പാനപാത്രം കയ്യിലെടുത്തപ്പോഴത്തേക്ക് ഞാൻ കൃതജ്ഞത അർപ്പിക്കും. ഞാൻ എല്ലാം നമുക്ക് വലിയ സൗഖ്യം തന്നു, നമുക്ക് കൃതജ്ഞതയായിട്ട് ഒരു കുർബാന നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബലി അർപ്പിക്കണം. അതെന്ന് പറയും അവർക്ക് എല്ലാവർക്കും വളരെ അത് സ്വീകാര്യമാണ്, താല്പര്യമാണ്, സന്തോഷമാണ്. അപ്പം എല്ലാത്തിൻ്റെയും പരിഹാരം എനിക്ക് കുർബാന. സാധാരണ നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ സംസാരിക്കാറുണ്ട്. പക്ഷേ ജോയ് ചേട്ടനെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കുന്ന എപ്പോഴും ജോയ് ചേട്ടൻ്റെ ഈ ഒരു ദൈവിക കാര്യത്തിലുള്ള ദാഹവും വിശുദ്ധകുർബാനയോടുള്ള സ്നേഹവും ദൈവവചനത്തോടുള്ള പ്രതിബദ്ധതയും അതൊക്കെയാണ് എല്ലാവർക്കും അതേ പറയാനുള്ളൂ. ഞാൻ ഇന്നേ വരെ ഞാൻ ജോയ് ചേട്ടനെ കണ്ടിട്ട് ഏകദേശം ഒരു 13 വർഷക്കാലത്തോളമായി. ഇടവകയിലെ ആൾക്കാരും ജോയ് ചേട്ടനെക്കുറിച്ച് അത് മാത്രമേ പറയുന്നത് കേട്ടിട്ടുള്ളൂ. അതാണ് ജോയ് ചേട്ടൻ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.